പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ നമ്മളെ ദൈവം അനുവദിച്ചതോർത്ത് നമുക്ക് നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് സ്തോത്രം ചെയ്യാം. വേദപുസ്തകത്തിലെ വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവമക്കളുടെയും ഒരു ആശാകേന്ദ്രമാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയാം. കാരണം അതിനകത്താണ് എനിക്കെന്ത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അതിനകത്താണ്. ഞാൻ ആരാകും, ഞാൻ എന്താകും, നമ്മുടെ ഭാവി കാര്യങ്ങളെല്ലാം അതിൽ പ്രതിപാദിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മോർണിംഗ് ഫെലോഷിപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ മുഖവുര അധികം പറയുന്നില്ല, കാരണം മുഖവുരകളെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. എന്നാലും ഇതൊരു ബൈബിൾ സ്റ്റഡിയുടെ ഭാഗം എന്ന വണ്ണം അല്പം പറയാതെ പോയാൽ അതിനൊരു മുഖവുര ഇല്ലാതെ പോകും എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ അത് കേട്ടിട്ടുള്ളവര് എനിക്ക് തോന്നുന്നത് 1-ാം അധ്യായത്തിന്റെ 17, 18, 19, 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇതിനോടകം ചിന്തിച്ചിട്ടുള്ളതാണ്. അവിടെ ആ ഭാഗം നിർത്തിയിട്ടാണ് ഇപ്പോൾ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് ആണ് ശരിക്കും അത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെളിപ്പാട് പുസ്തകം. അത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടാണ്. യോഹന്നാൻ അത് വെളിപ്പെടുത്തി കൊടുത്തതാണ്. എവിടെ വെച്ചാണ് എന്ന് നമ്മൾക്കറിയാം. ഡൊമീഷ്യൻ ചക്രവർത്തി ഏത് വിധത്തിലും ക്രൈസ്തവ സഭയെ മുടിച്ചു കളയണമെന്ന് പൂർണ്ണമായി ചിന്തിച്ച് അതിന് തീരുമാനമെടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഏകദേശം AD 64 ക്രൈസ്തവ സഭയ്ക്ക് ഏറ്റവും വലിയ പീഡ അനുഭവിക്കേണ്ടി വന്ന കാലമാണ് ആ കാലയളവ്. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന അത് മുതൽ ആരംഭിച്ചിട്ട് നീറോ ചക്രവർത്തി 40,000-ഓളം ക്രിസ്ത്യാനികളെ രക്തസാക്ഷികളാക്കിയ ക്രൂരനായ ചക്രവർത്തിയാണ്. എന്നാൽ AD 80 മുതൽ ആ ബാറ്റൺ ഡൊമീഷ്യൻ ചക്രവർത്തി ഏറ്റെടുത്തു. അദ്ദേഹം കുറേയും കൂടി തീവ്രവാദിയായിരുന്നു. ക്രിസ്ത്യാനികളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കണം എന്ന ദൃഢപ്രതിജ്ഞയായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് ഉണ്ടായത്. അതിന്റെ ഒരു ഇരയായിരുന്നു യോഹന്നാൻ. വയോവൃദ്ധനായി എങ്കിലും അവർ വെറുതെ വിട്ടില്ല. തിളയ്ക്കുന്ന വലിവെണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇട്ട് വറുത്ത് കോരാൻ ചക്രവർത്തിയുടെ കൽപ്പന വന്നെങ്കിലും അവർ അപ്രകാരം ചെയ്തു. എങ്കിലും യോഹന്നാന്റെ ഒരു രോമം പോലും കരിയാതെ യോഹന്നാൻ പുറത്തു വന്നു. അത് രാജാവിന് വലിയ പ്രശ്നം സൃഷ്ടിച്ചു. അതിനെ തുടർന്ന് രാജാവ് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി. ഏകദേശം AD 95
വളരെ കഠിനമായ ഒരു മനുഷ്യവാസം പോലുമില്ലാത്ത ആ ദ്വീപിൽ യോഹന്നാനെ ഇറക്കി വിട്ടു. അവിടെ ഒറ്റപ്പെട്ടുപോയ യോഹന്നാന് കർത്താവ് തന്റെ സാന്നിധ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ധാരാളം ദൂതുകൾ പറയാനുള്ളതാണ്, ഞാനതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് സംബന്ധിക്കുന്ന പുതിയവരെ ഉദ്ദേശിച്ച് ഞാൻ പറയട്ടെ. ഒരു കാര്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. ഏത് ദൈവമക്കൾക്കും അവർ അനുഭവിക്കുന്ന ദുർഘടമായ സമയങ്ങളിൽ കൂടെ നടക്കാനും സാന്നിധ്യം കൊടുക്കാനും സഹായിക്കാനും ആ വേദനയ്ക്കൊരു പരിഹാരം തരാനും നമ്മുടെ കർത്താവ് മാത്രമേ ഉണ്ടാകൂ. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സമയം, നമുക്കൊരു രോഗം വന്നു, പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. അവിടെ മുതൽ നിരോധനം തുടങ്ങും. ഇനി കൂട്ടത്തിൽ ഒരാൾ നിന്നാൽ മതി, ബാക്കിയുള്ളവർ പുറത്തിറങ്ങാൻ പറയും. അവിടെ കഴിഞ്ഞ് അല്പം സീരിയസ് ആണെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് കൊണ്ടുപോകും, ICUവിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മളെ ആരെയും അകത്ത് കയറ്റുകയല്ല. അവിടുന്ന് പിന്നെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെ വേണ്ടേ വേണ്ട. ആരെല്ലാമാണെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ചില യാമങ്ങൾ എനിക്കും നിങ്ങൾക്കും അനന്തവിദൂര ഭാവിയിൽ സംഭവിച്ചേക്കാം. പത്മോസ് ദ്വീപ് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവമക്കളെ, ഒറ്റപ്പെട്ടു പോകുന്നിടത്തെല്ലാം ഒറ്റയ്ക്കാകാതെ നോക്കുന്ന ഒരു കർത്താവിനെ രാവിലെ പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കത് കേൾപ്പാനും പങ്കാളിയാകാനും സാധിച്ചല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 3 കാലഘട്ടങ്ങളിലേക്കുള്ള സന്ദേശങ്ങളാണ് ഇതിനകത്തുള്ളത്. ഭൂതകാല സംഭവങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നത് നീ കണ്ടത് എന്നാണ്. 1 മുതൽ 20 വരെയുള്ള വാക്യം. ഭൂതകാല സംഭവങ്ങൾ. രണ്ടാമത്തേത് വർത്തമാനകാല സംഭവങ്ങളാണ്, ഇപ്പോഴുള്ളത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ള സഭകൾക്കുള്ള ദൂതുകളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 2:1 മുതൽ 3:22 വരെ വർത്തമാനകാല സംഭവം. മൂന്നാമത്തേത് ഭാവികാല സംഭവങ്ങളാണ്, ഇനി സംഭവിപ്പാനുള്ളത്. സഭാ കാലയളവിന് ശേഷം സംഭവിപ്പാൻ എന്ത് എന്നത് 4:1 വാക്യം മുതൽ 22:21 വാക്യം വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4:1 മുതൽ 22:21 വരെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ 3ആയി നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ വിഭജിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഭാവികാല സംഭവങ്ങളിൽ 7 ഒരു പരമ്പര തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ,
7 ബാധകൾ, 7 പുതിയ കാര്യങ്ങൾ, ഇങ്ങനെ 7കളുടെ ഒരു മലപ്പടക്കം തന്നെ എന്ന് പറയാം. 4:1 മുതൽ 22:21 മുതലുള്ള ഭാഗങ്ങൾ. ഒരു ചെറിയ മുഖവുര ഇത്രയും പറഞ്ഞ് ഞാൻ നേരെ വിഷയത്തിലേക്ക് വരിക. 7 സഭകളെ കുറിച്ച് ധാരാളം പറയാനുണ്ട്, ധാരാളം ചിന്തിപ്പാനുണ്ട്. എവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നമുക്ക് പറ്റുന്നിടത്തോളം നോക്കാം. പിന്നെ നമ്മൾ എന്നും കാണുന്നവരാണല്ലോ, നമുക്ക് എവിടെയെങ്കിലൊക്കെ അത് പരിഹരിച്ച് തീർക്കാം എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായം എല്ലാവർക്കും എടുക്കാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ആദ്യം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 2-ാം അധ്യായത്തിൽ 4 സഭകൾക്കുള്ള ദൂതുണ്ട്. 4 സഭകൾക്കുള്ള ദൂതാണ് 2-ാം അധ്യായത്തിലുള്ളത്. ഒന്ന് എഫേസോസിലെ സഭയ്ക്കുള്ള ദൂത്, 2 സ്മുർണ സഭയ്ക്കുള്ള ദൂത്, 3 പെർഗേമോസ് സഭയ്ക്കുള്ള ദൂത്, 4 തുയഥൈര സഭയ്ക്കുള്ള ദൂത്. നമ്മളത് പഠിക്കും. ഈ 4 ദൂതുകളാണ് 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. എഫേസോസ്, സ്മുർണ, പെർഗേമോസ്, തുയഥൈര. അതിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എഫേസോസ് സഭയ്ക്കുള്ള ദൂതാണ്. 2-ാം അധ്യായത്തിൽ സഭകൾക്കുള്ള ദൂതിനോടനുബന്ധിച്ച് വരുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 7 സഭകൾക്കുള്ള ദൂത് സഭാ കാലയളവിനെ മുഴുവനായും പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഷ്യ മൈനറിൽ അഥവാ ആസിയിൽ ഈ 7 സഭകൾ മാത്രമല്ല ഉള്ളൂ, ധാരാളം സഭകൾ വേറെയുമുണ്ട്. ഈ സഭകൾ മാത്രമല്ല. എന്നാൽ ഈ 7 സഭകളെ തെരഞ്ഞെടുത്തത് ദൈവാത്മാവ് തെരഞ്ഞെടുത്ത് നമുക്ക് തന്നത്, 7 എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയെ കാണിക്കുന്നു. സഭകളുടെ പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. സഭകളുടെ അഥവാ സഭാ കാലയളവിന്റെ ഒരു പൂർണ്ണ, നമ്മൾ ആ 7 കാലയളവും പഠിക്കും ഇതിന്റെ കൂടെ. ഓരോ സഭയ്ക്കുള്ള ദൂതും കാണിക്കുന്ന കാലയളവുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനും പറയാനുമായിട്ട് സാധിക്കും. ഏഷ്യ മൈനറിലെ അനേകം സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ 7 സഭകളെ കുറിച്ച് പറയുന്നതാണ്. അവിടെ വേറെ സഭകളുണ്ട്. ഗലാത്യ സഭയുണ്ടായിരുന്നു, കൊലോസ്യ സഭയുണ്ടായിരുന്നു, പിന്നെ മിലേത്തോസ് സഭയുണ്ട്, പെന്തോസ് സഭയുണ്ട്. ഇങ്ങനെ പ്രാദേശികമായ ധാരാളം സഭകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ സഭകളുടെ എല്ലാം ഒരു പ്രാതിനിധ്യമാണ് നമ്മൾ ഈ 7 സഭകളിൽ കാണുന്നത്. ഓരോ സഭയോടുമുള്ള
ദൂതുകളിൽ അത് ആ സഭയോട് മാത്രം ബന്ധപ്പെട്ടതല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്ന വാചകത്തിൽ തന്നെ അത് അവസാന ഭാഗത്ത് കാണാം. 7-ാം വാക്യം നിങ്ങൾ നോക്കിയേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ 1-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കൂ. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 1-ാമത്തെ വാക്യം സഭ എന്ന ഏകവചനത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏകവചനമല്ല, ബഹുവചനമാണ്. സഭയോട് പറഞ്ഞ ദൂത് സഭകൾ കേൾക്കണം. സഭയ്ക്ക് കൊടുത്ത ദൂത് സഭകൾക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ സഭയോടും ബുദ്ധി ഉപദേശങ്ങളും വാഗ്ദാനങ്ങളും നൽകുന്നത് വർത്തമാനകാല പ്രയോഗത്തിലാണ്. സഭയ്ക്ക് കൊടുക്കുന്ന സന്ദേശങ്ങൾ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഭൂതകാല സംഭവത്തിലല്ല, വർത്തമാനകാല ക്രിയാപദങ്ങളോടെയാണ് സഭകൾക്കുള്ള സന്ദേശം കൈമാറിയിട്ടുള്ളത്. അതൊരിക്കലും പ്രാദേശിക സഭകളെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയായിരുന്നെങ്കിൽ അത് ഭൂതകാലത്തിൽ പറയുമായിരുന്നു. സഭാ കാലയളവിനെ മുഴുവനും പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സഭയ്ക്കുള്ള സന്ദേശം വർത്തമാനകാലത്തിൽ അത് ഉപയോഗിച്ചിട്ടുള്ളത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് 7 സഭകളോടും പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കണം. 7 സഭകൾക്കുള്ള ദൂതും അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. സഭയുടെ വികാരി മനുഷ്യനല്ല, സഭയുടെ വികാരി പരിശുദ്ധാത്മാവാണ്. സഭയെ നോക്കുന്നത്, സഭയെ പരിപാലിക്കുന്നത്, സഭയെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവാണ് സഭകൾക്ക് ദൂത് കൊടുക്കുന്നത്. ആത്മാവ് സഭയ്ക്ക് സന്ദേശം കൊടുക്കുന്നു. എല്ലാ സഭയോടും പറയുന്നുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് കർത്താവ് പറയുന്നു. എത്ര മനോഹരമാണ് ആ ഉപയോഗം! എല്ലാ സഭകൾക്കും കൊടുക്കുന്ന സന്ദേശത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. സഭയുടെ നാഥൻ സഭയിലെ മക്കളുടെ പ്രവൃത്തികൾ അറിയുന്നു. നമ്മൾ ഏത് സഭയുടെ അംഗം എന്നുള്ള രീതിയിലല്ല, നമ്മൾ അവന്റെ മക്കളാകയാൽ നമ്മൾ ചേരുന്നതാണ് സഭ എന്നുള്ളതിനാൽ അവൻ സഭാമക്കളായ നമ്മളുടെ പ്രവൃത്തി അവൻ അറിയുന്നു. ഞാനത് ഒന്നും കൂടി പറഞ്ഞോട്ടെ. എന്റെ പ്രവൃത്തി എന്റെ ദൈവം അറിയുന്നു.
എന്റെ നാഥൻ അറിയുന്നു, അവനറിയാം എന്റെ പ്രവൃത്തി. എന്നാൽ ആദ്യത്തെ 3 സഭകൾക്ക് കൊടുക്കുന്ന ദൂതുകളില് കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുന്നില്ല. താൻ കള്ളനെ പോലെ വരും വരെ പിടിച്ചുകൊള്ളുവാൻ അവരോട് ഉപദേശിക്കുന്നില്ല ആദ്യത്തെ 3 സഭകൾക്ക്. കാരണം ആ 3 സഭകളിൽ നിന്നും അനേകർ കർത്താവിന്റെ സന്നിധിയിൽ വരുമെങ്കിലും ആ 3 സഭകൾ നിലനിന്നില്ല. ആ സഭകളിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ജനമുണ്ടാകും, പക്ഷെ ആ സഭകൾ നിലനിന്നില്ല. ഒടുവിലത്തെ 4 സഭകളും എന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ നിലനിൽക്കുന്നു എന്ന് പ്രതിപാദിക്കുകയാണ്. ഞാനത് ഒന്നും കൂടി വിശദമാക്കിയാൽ, ഈ 4 സഭകളിലെ സംഭവങ്ങളും പ്രവൃത്തികളും കാര്യാദികളും അവന്റെ വരവ് വരെ കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തീർന്നു പോകുന്നില്ല. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെ ഈ 4 സഭകൾ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് അതിന്റെ സാരം. കർമാസക്തരും വിഗ്രഹാരാധികളുമായിട്ടുള്ള സഭാവിഭാഗങ്ങളെ കാണാം. ഒന്ന്, ഇന്നത്തെ സഭകളുടെ പൊതുവായിട്ടുള്ള 4 സ്വഭാവങ്ങളാണിത്. കർമാസക്തരും വിഗ്രഹാരാധികളുമായ സഭാവിഭാഗങ്ങൾ. രണ്ടാമത്തേത്, നവീകരണ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിലും ചാവാറായ ശേഷിപ്പുകളെ പോലെയുള്ള സഭകളെ കാണുവാനായിട്ട് സാധിക്കുന്നു. നവീകരണ സത്യങ്ങൾ അവർ ഉൾക്കൊള്ളുന്നു, പക്ഷേ ചാവാറായ ശേഷിപ്പുകളെ പോലെ അവശേഷിക്കുന്ന ധാരാളം സഭകൾ. മൂന്നാമത്തേത്, അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ പിടിച്ചുകൊള്ളുന്നവരാണ് അവർ എങ്കിലും സുവിശേഷത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും ദൈവവചനത്തെ മാത്രം ആധാരമാക്കിയുള്ള സുവിശേഷ വിഹിത സഭകളും. നാലാമത്തേത്, നവമതക്കാരായ മറ്റൊരു വിഭാഗം സുവിശേഷ സത്യങ്ങൾക്ക് എതിരായി കർത്താവിന്റെ പേര് പറഞ്ഞ് വേഷഭക്തി അണിഞ്ഞ് നാമധേയ ക്രൈസ്തവരായി നിലകൊള്ളുന്നു. ഇതാണ് 7 സഭകളിൽ അവസാനത്തെ 4 സഭകളുടെ പ്രത്യേകത. ആദ്യത്തേത് 3 പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഒടുവിലത്തെ 4 സഭകളുടേതാണ്. എഫേസോസ് സഭയ്ക്കുള്ള ദൂത് ആണ് നമ്മൾ ഇനി കടന്നു വരുന്നത്. നമുക്ക് വായിക്കാം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്
7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലകൊള്ളുന്ന കർത്താവ്. ഇതിന്റെ നടുവിൽ നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അത് അവന്റെ ഉള്ളം കയ്യിൽ ഇരിക്കുകയാണ്. 7 നക്ഷത്രങ്ങൾ, 7 സഭകളാണ്. 7 പൊൻനിലവിളക്കുകൾ, 7 സഭകളുടെ ദൂതന്മാരാണ്, സഭകളുടെ ശുശ്രൂഷകന്മാരാണ്. 7 നക്ഷത്രം, 7 സഭകൾ അവന്റെ കയ്യിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. 8 കാര്യങ്ങൾ എഫേസോസിലെ സഭയെ കുറിച്ച് നന്മയായി എടുത്തു പറയുന്നു. 1, സ്നേഹം, വിശ്വാസം, തീഷ്ണത എന്നിവ പ്രവൃത്തികളിലൂടെ പ്രകടമാക്കി എന്നതാണ്. ഒരു സഭയുടെ ഏറ്റവും മഹത്വകരമായ വസ്തുത ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്നേഹം, വിശ്വാസം, തീഷ്ണത എന്നീ പ്രവൃത്തികൾ സഭയുടെ മുഖമുദ്രയാണ്. സഭാ മക്കളുടെ മുഖമുദ്രയായിരിക്കണം. സഭാ മക്കളുടെ ഒരു ഐഡന്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സ്നേഹം, വിശ്വാസം, തീഷ്ണത, ഇത് മൂന്നുമുണ്ടെങ്കിലേ ഒരു ക്രൈസ്തവ സഭയ്ക്ക് വളർച്ചയുള്ളൂ. ഇത് മൂന്നുമുണ്ടെങ്കിലേ ഒരു സഭയിലെ അംഗത്തിന് വളർച്ചയുള്ളൂ. ഒരു ദൈവ പൈതലിന്റെ വളർച്ചയ്ക്ക് ഇത് മൂന്നും അനിവാര്യമാണ്. സ്നേഹം, വിശ്വാസം, തീഷ്ണത. വളർച്ചയ്ക്ക് ആധാരമായ അല്ലെങ്കിൽ ഒരു സഭയുടെ ഐഡന്റിറ്റി ആയിട്ടുള്ള, അതിന്റെ മുഖമുദ്രയായിട്ടുള്ള 3 കാര്യങ്ങൾ എഫേസോസിലെ സഭയിൽ നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിനി പിന്നാലെ ചിന്തിക്കാം. അങ്ങനെ 8 ഗുണങ്ങളാണ് എഫേസോസിലെ സഭയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദൈവമക്കളെ ഓർക്കണം, ഈ 3 കാര്യങ്ങൾ, സ്നേഹം, വിശ്വാസം, തീഷ്ണത, നമ്മൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ എന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു ഒന്ന് സ്വയം പരിശോധിക്കാമോ? എനിക്കതിന് എത്രത്തോളം കഴിയുന്നു?